ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അതായത് ഗവൺമെൻറ് സെഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കെന്ന് പറഞ്ഞാൽ പാർശ്വവൽകൃതരായ മനുഷ്യരുടെ. ഈ പാർശ്വവൽകൃതരായ മനുഷ്യർ സ്വയംഭൂവാവുന്നതല്ല, മനസ്സിലായോ? ഈ പാർശ്വവൽകൃതരായ മനുഷ്യരെങ്ങനെയാണ് ഈ ഭൂമിയിൽ ഉണ്ടായി വരുന്നത്, അതിൻ്റെ സാമൂഹികമായ രാഷ്ട്രീയമായ കാരണങ്ങൾ എന്താണ്, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻക്ലൂഷനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ജാതിയില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സമാധാനിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജാതിയിൽ പുറന്തള്ളപ്പെട്ട മനുഷ്യർ, ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഇത്രയും കാലമായി അനുഭവിക്കുന്ന സാമൂഹിക അനീതി എന്ന് പറയുന്നത് അവർ കൂടി എൻജോയ് ചെയ്യേണ്ടിയിരുന്ന, അവർക്ക് കൂടി അവകാശപ്പെട്ട എല്ലാ വിഭവങ്ങളും വളരെ കുറച്ച് പേര് കൈയടക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളിലേക്ക് വരുന്നത്. ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രോഗ്രസീവായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന എന്തെങ്കിലും ഒന്നുമല്ല ഇപ്പോൾ വീണ്ടും നടക്കുന്നത്. നമ്മൾ വീണ്ടും ഇവരെ ജാതിയുണ്ട്, ജാതിയില്ല, കാശ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സമയമില്ല, സൗകര്യമില്ല, നമുക്കതിന് ഇനി താല്പര്യമില്ല. മറിച്ച് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഈ പ്രോസസ്സിൽ എത്തുന്നത് ഇത് പറഞ്ഞതുപോലെ നേരത്തെ സണ്ണിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ 2 വർഷത്തെ ഒരു പ്രോസസ്സിലൂടെയാണ്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതണം, ഒരു സുപ്രഭാതത്തിൽ മിനി പറഞ്ഞതുപോലെ എഴുന്നിട്ട് ഞങ്ങൾക്ക് സിനിമ പാഷനാണ്, അതുകൊണ്ട് സിനിമ ഞാൻ കാശ് തരണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. മറിച്ച് നമ്മൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് 3 റൗണ്ടിലൂടെ പോയി അത് അപ്രൂവ് ചെയ്യണം, നമ്മളെ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യണം, നമ്മളെ കാസ്റ്റ് ക്രൂ എല്ലാം കൂടെ ഒത്തുവന്ന് ഈ ഫിനാൻസിനകത്ത് നിൽക്കുമ്പോൾ അവർ ഉണ്ടാക്കി തരുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിനകത്ത്, ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും ഒരു അടിസ്ഥാന ജനവിഭാഗം എന്നുള്ള രീതിയിലും ഈ പറയുന്ന സവർണ പുരുഷൻ്റെ പ്രിവിലേജ് ഒന്നുമില്ല ഈ മനുഷ്യർ ഇരട്ടി അധ്വാനം ചെലവാക്കിയിട്ടാണ് അവർ വരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ കാണാതെ നിങ്ങൾക്കെല്ലാം കിട്ടുന്ന പണം തോന്നിയ പോലെ നിങ്ങൾ ചെലവഴിക്കുമെന്ന് തിട്ടൂരങ്ങൾ, നിങ്ങൾക്ക് 84 വയസ്സാണെന്നുള്ളതോ നിങ്ങൾ വേൾഡ് ക്ലാസ് സിനിമ ഉണ്ടാക്കിയാൽ നിങ്ങളെ മാത്രം വിഷയമാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിന് മടിക്കണം. നമ്മളതിന് അദ്ദേഹത്തിനെ കുറച്ച് കാണില്ല. അദ്ദേഹത്തിൻ്റെതായ ആർട്ട് ഫോം ഉണ്ടാക്കി, ഓക്കെ ഫൈൻ. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളുടെ ജീവിതം പറയാൻ ശ്രമിക്കുന്നു. അതിനുള്ളത് ഞങ്ങളുടെ ഔദാര്യമല്ല, മറിച്ച് ഞങ്ങൾക്ക് തീർച്ചയായും കിട്ടേണ്ടിയിരുന്ന സാമൂഹ്യ വിഭവ അധികാരങ്ങളിൽ നിന്ന് പുറത്തുപോയ മനുഷ്യരെ ഈ സാമൂഹ്യ നീതിയുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ശേഷിയുള്ള മനുഷ്യരെയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ വഴിയോ ആളുകളെ പ്ലീസ് ചെയ്തിട്ട് ഒന്നും കിട്ടുന്നതല്ല ഈ പ്രോജക്റ്റുകളൊന്നും. അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. എനിക്കറിയാലോ, ഇവിടെ അതിനകത്ത് ഇത്രയും കാലം പണിയെടുത്ത സ്ത്രീകൾ, സംവിധായകരായിട്ട് വന്ന സ്ത്രീകളെ എത്ര പേർക്ക് ഈ സിനിമ കാണാൻ പറ്റി? എന്തുകൊണ്ടാണ് നമുക്കൊരു 40 തിയേറ്റർ പ്രോപ്പർ ടൈമിൽ ഇത് റിലീസ് ചെയ്യുന്നു? ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 തിയേറ്റർ പ്രൈം ടൈമിൽ ഷോ വെക്കാൻ കഴിയാതെ ഈ സ്ത്രീകളെ സിനിമ കാണാൻ ആളില്ല എന്ന് പറയുന്ന ആ ഉളുപ്പില്ലാത്ത ഒരു വർത്താനം ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ഇനി ഏറ്റെടുക്കാൻ പറ്റില്ല. മറിച്ച് സ്പേസിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് OTT ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഈ സിനിമകൾ മനുഷ്യർ കാണാനുള്ള സാഹചര്യം ഒരുക്കണം. ഈ സ്ത്രീകൾ ഇവർ ഈ സംവിധായകരെ തേടി വരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. ഇന്ന് ഗവൺമെന്റിന് മാത്രം അറിഞ്ഞാൽ മതിയോ, KSFDCക്ക് മാത്രം അറിഞ്ഞാൽ മതിയോ 6 പേര് സംവിധായകർ സ്ത്രീകൾ വന്നു എന്നുള്ളത്? മറ്റാളുകൾ അറിയണ്ടേ? ഈ സിനിമകൾ കാണണ്ടേ? ഈ സിനിമകളെ കാണിക്കാനുള്ള മറ്റു മാധ്യമങ്ങൾ എന്താണ്, വഴികൾ എന്താണ്, ഇതിൻ്റെ തടസ്സങ്ങൾ എന്താണ്? ഇതൊക്കെ കൂടി പരിഹരിക്കണം. ഓക്കെ, നമ്മൾ ബിഗിനേഴ്സാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാവുന്നതിന് പകരം വീണ്ടും നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന ഇത്തരം വർത്തമാനങ്ങൾ ഇനി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകലേ പറ്റുള്ളൂ. നമ്മൾ ഈ ഇൻക്ലൂസിവിറ്റിനെ കുറിച്ച് പറഞ്ഞ് ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾക്കെതിരെ സംസാരിച്ച് ഞങ്ങൾക്ക് ഇനി അതിനുള്ള എനർജി കളയാനില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.